നമസ്കാരം, ഞാൻ ഡോക്ടർ മീന കൃഷ്ണൻ, ഇടപ്പഴിഞ്ഞിയിലെ SK ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനാണ്. കുട്ടികളിലുണ്ടാകുന്ന കൃമിശല്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് കൃമിശല്യമുള്ളൊരു കുട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ, അതെങ്ങനെയാണ് പകരുന്നത്, അതെങ്ങനെ ചികിത്സിക്കാം, വീണ്ടും വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? കൃമി അല്ലെങ്കിൽ പിൻവേംസ് വളരെ ചെറിയ നേരിയ വിരകളാണ്. ഒരു മൊട്ടുസൂചിയുടെ പകുതി ഭാഗം മാത്രം, ഒരു നൂലിൻ്റെ മാത്രം വണ്ണമുള്ള ചെറിയ കൃമികളാണ്, ചെറിയ വിരകളാണ് ഈ കൃമി എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ കൃമിശല്യമുള്ള കുട്ടിയുടെ മലദ്വാരത്തിലൂടെ ഈ മുതിർന്ന ചെറിയ കൃമികൾ ഇറങ്ങി വന്ന് അവിടുത്തെ തൊലിപ്പുറത്ത് മുട്ടയിടാനായിട്ട് ഒരുങ്ങുന്നു. ഈ ഇഴയുന്ന കൃമികൾ വളരെയധികം തീവ്രമായ ചൊറിച്ചിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ കുട്ടി രാത്രി ഉറങ്ങിക്കിടക്കുന്ന കുട്ടി എണീറ്റ് ഭയങ്കര കരച്ചിൽ, ചന്തി ചൊറിയുന്നു അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന ഭാഗം ചൊറിയുന്നു എന്ന് പറഞ്ഞ് കരയുമ്പോൾ രക്ഷിതാക്കളും മറ്റ് കുടുംബാംഗങ്ങളും എല്ലാവരും ഉണർന്ന് കഴുകി കൊടുക്കുന്നു, എണ്ണ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ കുറേ സമയം കഴിയുമ്പോൾ വീണ്ടും കുഞ്ഞുറങ്ങുന്നു. അടുത്ത ദിവസം വീണ്ടും ഇത് ആവർത്തിക്കുന്നു. അങ്ങനെ കൃമിശല്യം സത്യമായിട്ട് ഒരു ശല്യമാണ്. അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, പക്ഷേ കുടുംബത്തിൻ്റെ ഉറക്കമാണ് കൃമിശല്യം കൊണ്ട് കെടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പകരുന്നത്? നമ്മൾ പറഞ്ഞു, കൃമി മലദ്വാരത്തിലൂടെ രാത്രി ഇറങ്ങി വരുന്നത് അവിടെ മുട്ടയിടാനാണ്. കുഞ്ഞ് ചൊറിയുമ്പോൾ ഈ മുട്ട കുഞ്ഞിൻ്റെ വിരലുകളിലും തുണികളിലും ടവലിലും ഈ വിരലെത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും, ടാപ്പാണെങ്കിലും ടോയ്ലറ്റ് സീറ്റ്, ഡോർ ഹാൻഡിൽസ്, ആ പരിസരത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ മുട്ടകൾ വ്യാപിക്കുന്നു. കൂടെയുള്ളവരുടെ മുഖത്തുമൊക്കെ കുഞ്ഞ് പിടിക്കില്ലേ? അങ്ങനെ വീട്ടുകാർക്കും എല്ലാം കൃമിയുടെ മുട്ടകൾ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അവിടെ വിരിഞ്ഞ് വീണ്ടും കുറേ കൃമികൾ വയറ്റിൽ ഉണ്ടാകുന്നു. ഈ മുട്ട വിരിഞ്ഞ് മുതിർന്ന കൃമികൾ മലദ്വാരത്തിലൂടെ വെളിയിൽ വരാൻ വേണ്ടുന്ന സമയം 15 ദിവസം മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൃമിശല്യം പറഞ്ഞു വരുന്ന മാതാപിതാക്കളോട് ഒരു ഡോസ് ആൽബൻഡസോൾ, സാധാരണ വിരയ്ക്ക്, വലിയ വിരയ്ക്ക് കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് കൃമിക്കും നശിപ്പിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡോസ് ആൽബൻഡസോൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്തുള്ള കൃമികളെല്ലാം നശിപ്പിക്കാൻ സാധിക്കും. പക്ഷേ വീട്ടിലും ഷീറ്റിലും പരിസരത്തും എല്ലാം ഉണ്ടാകുന്ന മുട്ടകൾ ഏകദേശം 3 ആഴ്ചയോളം നശിക്കാതെ തന്നെ ഉണ്ടാവും. അപ്പോൾ വീണ്ടും അവിടെയൊക്കെ വിരൽ തൊട്ട് വിരൽ വായിൽ വയ്ക്കുമ്പോൾ അടുത്ത സെറ്റ് മുട്ട വിഴുങ്ങുകയും വീണ്ടും കൃമി ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് മുതിർന്നു വരാൻ നമ്മൾ പറഞ്ഞു 2 ആഴ്ച സമയം വേണം. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ഒരു ഡോസ് കൂടി ആൽബൻഡസോൾ കൊടുത്താലേ കൃമിശല്യം നമുക്ക് ഒരുവിധമെങ്കിലും തടയാൻ പറ്റും. പിന്നെയുള്ള പ്രശ്നം വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞിന് കൊടുക്കുന്ന അതേ ദിവസം വീട്ടിലുള്ള എല്ലാ പേരും കഴിക്കേണ്ടതും ഒരാവശ്യമുള്ള കാര്യമാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം, ഈ തുണികളിലെല്ലാം പറ്റും, പരിസരത്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് വിരമരുന്ന് കഴിക്കുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ബെഡ്ഷീറ്റും തലേണയുറയും കുഞ്ഞും നമ്മളും ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം കഴിയുമെങ്കിൽ ചൂട് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച് കഴുകി ചൂടിൽ വെയിലത്തിട്ട് ഉണക്കി കഴിയുമെങ്കിൽ തേച്ച് കൂടി എടുക്കുകയാണെങ്കിൽ തുണികളിലുള്ള മുട്ടകൾ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. സാനിറ്റൈസർ ഉപയോഗിച്ച് മേശ, ടാപ്പ്, ഡോർ ഹാൻഡിൽസ്, അങ്ങനെ നമുക്ക് പറ്റുന്ന പോലെ പരിസരം കൂടി ഒന്ന് സാനിറ്റൈസ് ചെയ്താൽ കുറേ നാളത്തേക്കൊക്കെ കൃമിശല്യം തടയാനായിട്ട് സാധിക്കും. ഇനി എവിടെ പോകുന്നു കുഞ്ഞ്? ഇത് കഴിഞ്ഞ് നമ്മൾ നഴ്സറിയിൽ വിടുന്നു അല്ലേ? അടുത്ത് ഇടപഴകുന്നതാണ്. കൊച്ചുകുട്ടികൾ വളരെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരാണ്. അപ്പം കൂടെയുള്ള കൂട്ടുകാരിയോ കൂട്ടുകാരനോ കൃമിശല്യമുണ്ട്, അയാളെ ചികിത്സിച്ചിട്ടില്ല എങ്കിൽ അവരുടെ വിരലുകൾ വഴിയും അവർ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോഴും പെൻസിൽ പിടിക്കുമ്പോഴും ഒക്കെ വീണ്ടും കുഞ്ഞിന് സ്കൂളിൽ നിന്ന് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടിക്കാലത്ത് കൃമിശല്യം ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ വീണ്ടും വീണ്ടും വരാവുന്നതാണ്. ആൽബൻഡസോൾ മരുന്ന് 2 ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നതിൽ കൃമി കാണുകയാണെങ്കിൽ, അതായത് ചന്തി ചൊറിച്ചിലുണ്ട്, നമുക്ക് ടോർച്ചടിച്ച് നോക്കാമെങ്കിൽ മലദ്വാരത്തിലൂടെ കൃമി വരുന്നത് കാണാനും സാധിക്കും ചില അവസരങ്ങളിൽ. അങ്ങനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വിരമരുന്ന് കൊടുക്കുന്നതിൽ ദോഷമൊന്നുമില്ല. വലിയ വിരകൾക്കാണ്, റൗണ്ട് വേംസിനാണ് നമ്മൾ 6 മാസത്തിലൊരിക്കൽ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറയുന്നത്. കൃമിശല്യം ഒഴിവാക്കാനായിട്ട് ചിലപ്പോൾ 2 ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് റിപ്പീറ്റഡ് ഡോസസ് ചിലപ്പോൾ വേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.